കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്ക് അടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അതിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. ഇവിടെ ജയിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെയാണ് കാണുന്നത്. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് അവർ എന്നോടുകൂടെ ഒന്ന് നടക്കും. 2, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന് കാണുകയാണ്. എല്ലായ്പ്പോഴും നിന്റെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ എന്ന് കാണുകയാണ്. അതും ഒരു ജീവിത വിശുദ്ധിയാണ് അവിടെയും കാണുന്നത്. സ്തോത്രം. 2 പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ച് കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ. ഏവയ്ക്കാണ് കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ. 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ പുതിയ ഭൂമിക്കായിട്ടും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്ന നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ഭൂമിയിൽ നിങ്ങൾ ജീവിക്കണം. അതാണ് പത്രോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, അവിടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും, വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. സ്തോത്രം. അപ്പോൾ രണ്ടാമതിവിടെ പറയുന്നത്, ജയിക്കുന്ന വ്യക്തിയുടെ പേർ ദൈവം ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്ന വ്യക്തിക്ക് അവിടെ പേര് ഒരിക്കലും തന്നെ കർത്താവ് തൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഹല്ലേലൂയ. ഇവിടെ മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഇറങ്ങി വരുവാനായിട്ട് താമസിപ്പാനായിടയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ ജനങ്ങളെല്ലാം അഹരോന് നേരെ പറഞ്ഞു, ഞങ്ങൾക്ക് മുന്നായി നടക്കുവാൻ ഒരു ഹല്ലേലൂയ ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോശ അവിടെ കയ്യിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങി അതിനെ ഒരു കാളക്കുട്ടിയാക്കി തീർത്ത് ഈ ജനം അതിൻ്റെ മുമ്പിൽ അവർ തിന്നുവാനും കുടിക്കുവാനും ചാടുവാനും ഒക്കെ ആയിത്തീർന്നു, അല്ലെങ്കിൽ അവയെ ആരാധിക്കുവാനായിടയായിത്തീർന്നു എന്ന് ചുരുക്കത്തിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവജനം ദൈവത്തോട് പാപം ചെയ്തു പോയി. മോശ വിവരം അറിഞ്ഞിട്ടാണ് മോശ ദൈവത്തോട് പറയുന്നത്, എങ്കിൽ നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന്
എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്ന് മോശ യഹോവയായ ദൈവത്തോട് പറയുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ മറുപടിയാണ് മോശയോട് പറയുന്നത്, മോശയെ, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് അത് മോശയോട് ദൈവം പറയുവാനിടയായിത്തീർന്നു. ഇനി നമ്മൾ ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇത് മഹോദരവ കാലഘട്ടത്തോ ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. യഹൂദനിൽ ഇസ്രായേലിന് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടകാലം, അത് യാക്കോബിൻ്റെ കഷ്ടകാലമെന്ന് വേറെ ഭാഗത്ത് പറയുകയാണ്. അപ്രകാരം ഒരു കഷ്ടകാലം ഉണ്ടാകും. ആ കഷ്ടകാല ദിനത്തിൽ, ആ സന്ദർഭത്തിൽ ഇവിടെ പറയണം, നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പോൾ പുസ്തകത്തിൽ നിന്റെ ജനം, പുസ്തകത്തിൽ പേരെഴുതി കാണാത്തതായ നിന്റെ ജനം ആരും തന്നെ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് അവൻ ഈ വേദഭാഗത്തിലൂടെ കാണുവാനായി സാധിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്ന് യേശുക്രിസ്തു പറയുന്നൊരു ഭാഗമാണ്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ 2 അയച്ചു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ശേഷം വീണ്ടും 70 പേരെ തിരഞ്ഞെടുത്ത് കർത്താവ് അവരെ 2 അവരെ അയക്കുകയാണ്. സ്വന്തം അങ്ങനെ അയച്ച് തൻ്റെ ശിഷ്യന്മാർ പോയ ഇടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, അവരുടെ ഭൂതങ്ങൾ തന്നെ അവർക്ക് കീഴടങ്ങുവാനായിടയായിത്തീർന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ അലറി ഓടി വിട്ടുപോകുവാനായിടയായിത്തീർന്നു. അവർ സന്തോഷത്തോടെ മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കർത്താവ് അവരോട് പറയുന്നത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ എന്ന് യേശുവോട് പറയണം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നാം ഇവിടെ പ്രവചനങ്ങൾ പ്രവചിച്ചിട്ടോ രോഗശാന്തി നടത്തിയിട്ടോ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടോ ഇവിടെ വീര്യപ്രവൃത്തികളോട് ചെയ്തിട്ടല്ല, മറിച്ച് നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ടുള്ള നിത്യ അഗ്നി എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നാം വസിക്കുന്ന കാലത്തോളം നമ്മുടെ കർത്താവ് യേശുവിനെ മനുഷ്യരുടെ മുമ്പിൽ നാം ഉയർത്തിക്കാണിക്കണം. യേശു ലോകരക്ഷിതാവാണ്. യേശു ആ കർത്താവ് തന്നെയാണ്. യേശു വീണ്ടെടുപ്പുകാരനാണ്. യേശു ദൈവം തന്നെയാണ് എന്ന് സ്വതം നാം മനുഷ്യരോട് സ്പഷ്ടമായിട്ട് ഭയം കൂടാതെ നാം സുവിശേഷം പറയുന്നവരായിരിക്കണം. സുവിശേഷത്തെ നാം ഉയർത്തിക്കാണിക്കുന്നവരായിരിക്കണം. അത് ചെയ്യാത്തവരോടാണ് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയുമെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ഇനി നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് വ്യക്തിയെയും കർത്താവ് അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് 2ാമത്തെ മരണം. ഹല്ലേലൂയ. അവിടെ എന്തുണ്ട്? ഒന്ന് അവിടെ തീയുണ്ട്, 2 ഗന്ധകമുണ്ട്. പ്രിയമുള്ളേ, ഇത് കത്തുന്ന തീപ്പൊയ്കയത്രേ. ഹല്ലേലൂയ.
ആകയാൽ ആമേ സ്തോത്രം, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ സദാസമയം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ആമേ സർദീസ് സഭയുടെ ബന്ധത്തിൽ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവർക്കുള്ള പ്രതിഫലമാണ്. അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നടക്കും. അവരുടെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ച് കളയത്തില്ല, അല്ലെങ്കിൽ മാച്ച് കളഞ്ഞിട്ടില്ല. ആകയാൽ ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ യഹോവയായ ദൈവം, നമ്മുടെ കർത്താവ് വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്നുള്ള തിരുവചനം നമ്മെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആമേൻ, ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയെ പരിപാവനമായി സൂക്ഷിച്ചുകൊണ്ട് അതിനെ കളങ്കപ്പെടുത്താതെ, ഹല്ലേലൂയ, ആമേൻ, നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി ജീവിച്ചുകൊണ്ട്, കറ, ചുളുക്കം, വാട്ടം എന്നിവയില്ലാത്തവരായി ജീവിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ കാണുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേർ മായ്ച്ചു കളയുവാനായിടയായിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ പേർ സദാസമയം ജീവപുസ്തകം ഉണ്ടായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ജീവൻ്റെ വചനം, അതെ, ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.